നീതി പ്രതീക്ഷിച്ച് രാജ്യത്തിൻ്റെ ജയിലുകളിൽ കഴിയുകയും അതിൽ നിന്ന് മോചനം നേടി നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന കുറേ ധീരരായ പോരാളികളുടെ സംഗമവേദിയാണ് സോളിഡാരിറ്റി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത്തരം അനുഭവങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ ഒരു ലിറ്റ്മസ് പേപ്പറായി കണക്കാക്കാവുന്ന ഒരു കേസാണ് പാനായിക്കുളം സിമി കേസ് എന്ന് പറയുന്നത്. ആ കേസിനെ സംബന്ധിച്ച് നിരവധി ഘട്ടങ്ങളിൽ നിരവധി തവണ പറയുകയും കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നിലവിൽ വളരെ കുറഞ്ഞ സമയത്ത് ആ കേസിനെ നമ്മുടെ മാധ്യമങ്ങളും പോലീസും കൈകാര്യം ചെയ്ത രീതി മാത്രം പറഞ്ഞ് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2006 ഓഗസ്റ്റ് 15 ആണ് പാനായിക്കുളത്ത് ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെയൊക്കെ ഒരവസ്ഥ നമുക്കൊക്കെ അറിയാം. ഇന്നത്തെ പോലെ ധാരാളം ചാനലുകളോ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളോ ഒന്നും ഉള്ള കാലമായിരുന്നില്ല 2006 എന്ന് പറയുന്നത്. കേരളത്തിൽ തന്നെ 1-2 മലയാളം ചാനലുകളാണ് അന്നുള്ളത്. അതിനപ്പുറം വാർത്തകൾ വന്നാൽ പത്രങ്ങളിലൂടെ മാത്രം അറിയാൻ കഴിയുന്ന ഒരു കാലമായിരുന്നു 2006 എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ, നമ്മുടെ പത്രങ്ങൾ ആ വിഷയം കൈകാര്യം ചെയ്ത രീതി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ പരിചയപ്പെടുത്താം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് 2006 ഓഗസ്റ്റ് 17 പുറത്തിറങ്ങിയ മംഗളം പത്രത്തിലെ വാർത്തയാണ് നിങ്ങൾ കാണുന്നത്. 2006 ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ 2006 എൻ്റെ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സാണ്. ആ പ്രോഗ്രാമിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രോഗ്രാമിൽ പോലീസ് പിടിച്ചുകൊണ്ടുപോയ ആളുകൾ 17-കാരനായ സാലിഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മുതൽ 25-കാരനായ ഞാൻ വരെയുള്ള ആളുകളാണ് ആ കേസിലെ പ്രതികളാക്കപ്പെടുന്ന ആളുകൾ. അവരാരും മുമ്പ് മറ്റേതെങ്കിലും കേസിൽ പ്രതികളായവരോ മറ്റേതെങ്കിലും ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളിൽ പോലും മുമ്പ് ഏതെങ്കിലും കാലത്ത് സിമിയുമായി ബന്ധമുണ്ടായിരുന്നവർ പോലും 3 പേരാണ്. ബാക്കി എല്ലാ ആളുകളും സാധാരണ വിദ്യാർത്ഥികളോ നാട്ടിലെ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകളോ ആണ്. പക്ഷേ ഈ പത്രത്തിൽ അന്ന് മംഗളം ഓഗസ്റ്റ് 17 പുറത്തുവിട്ട ഈ വാർത്തയിൽ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത ന്യൂസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൽ 3-ാമത് കാണുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷൻ പ്രത്യേകം അടയാളപ്പെടുത്തിയ രൂപരേഖ പിടിച്ചു എന്നുള്ളതാണ്. ഒരു നുണയെ എങ്ങനെയാണ് പത്രവാർത്തയായി മാറുന്നത് എന്ന് നിങ്ങൾക്ക് ആ ന്യൂസിൽ കാണാം. എന്തിനാണ് ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ മാപ്പ് ഒരാളുടെ കയ്യിൽ നിന്ന് പിടിക്കപ്പെടുക എന്നുള്ളത് ആ വാർത്തയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അടുത്തത് കണ്ടാൽ പിടിച്ചെടുത്തവയിൽ പാകിസ്ഥാനിൽ നിന്ന് ലഭിച്ച പുസ്തകങ്ങളും കാശ്മീർ ഇല്ലാത്ത ഇന്ത്യയുടെ ഭൂപടവും. അവസാനമായി കാണുന്നത് അറസ്റ്റിലായവർ വൻ സ്ഫോടക ശേഖരത്തെപ്പറ്റി വെളിപ്പെടുത്തിയതായ സൂചന. എൻ്റെ ജീവിതത്തിൽ 47 വയസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വിഷുവിന് പോലും പടക്കം പൊട്ടിച്ച് ശീലമില്ലാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. പക്ഷേ ഇതിലുള്ളത് അറസ്റ്റിലായവർ വൻ സ്ഫോടക ശേഖരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതായി സൂചന. ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് എനിക്ക് ജയിലിൽ പോയപ്പോൾ വലിയ ഗുണങ്ങളുണ്ടായി. കാരണം ജയിലിലുള്ള ചെറിയ ചെറിയ സ്ഫോടനങ്ങളൊക്കെ നടത്തി പരിചയമുള്ള ആളുകളുടെ മുമ്പിൽ വലിയ സ്ഫോടനം നടത്തിയ ഒരു എക്സ്പേർട്ട് വരുന്നു എന്ന ഫീലിംഗ് അവിടെ ഉണ്ടായതുകൊണ്ട് മറ്റ് തടവുകാർ നമ്മളോടൊരു ബഹുമാനം പുലർത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ വാർത്തയുടെ അപകടം എന്ന് പറയുന്നത് ഈ വാർത്ത വായിച്ച ഈ കേരളത്തിലെ മലയാള ഭാഷ അറിയുന്ന ആളുകളുടെ മനസ്സിൽ ഞങ്ങളെക്കുറിച്ചുണ്ടായ ഏറ്റവും ഭീകരമായ ഒരു ചിത്രം ഈ വാർത്തയിൽ ഓഗസ്റ്റ് 17 പുറത്തു വന്ന ഈ വാർത്തയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വാർത്തയുടെ ബാക്കി ഭാഗങ്ങൾ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ അപകടം കൂടുതൽ വളരെ വ്യക്തമായി ബോധ്യം വരുന്ന സംഗതിയാണുള്ളത്. അപ്പോൾ വൻ സ്ഫോടക ശേഖരവും ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ മാപ്പും എന്തായിരുന്നു ആ പ്രോഗ്രാം അവിടെ നടന്നത് എന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ അവർ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. ഇത് മംഗളം പത്രത്തിൻ്റെ വാർത്തയായിരുന്നു. ഇത് മലയാള മനോരമ, മലയാളത്തിലെ മുത്തശ്ശി പത്രം എന്ന് പറയുന്ന മലയാള മനോരമയുടെ വാർത്ത നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. 2-ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് പോലീസ് നടത്തിയ ചടുലമായ നീക്കങ്ങൾ ആക്ഷൻ ത്രില്ലർ സിനിമയോട് കിടപിടിക്കുന്നതായിരുന്നു. 2006 ഓഗസ്റ്റ് 15 പാനായിക്കുളത്തെ ഹാപ്പി ഓഡിറ്റോറിയത്തിൽ വന്ന പോലീസ് സംഘം അവർ ഞങ്ങളുടെ അടുത്ത് വന്നു. ആൻ്റണി എന്ന് പറയുന്ന ASI ആണ് വന്നത്. ചില വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. എന്താണ് ഇവിടെ നടക്കുന്ന പരിപാടി എന്ന് ചോദിച്ചു. പ്രോഗ്രാം എല്ലാം അയാൾ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, പരിപാടി നടന്നോട്ടെ എന്ന് പറഞ്ഞു. അയാൾ പുറത്തിറങ്ങി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നിട്ട് പറഞ്ഞു,
മുകളിൽ നിന്നൊരു വിളി വന്നിട്ടുണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതിയെടുക്കണം, അതിനുവേണ്ടി എല്ലാവരും ഒന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്, കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ അവിടെ നിന്ന് പറഞ്ഞയക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. 3 തവണയായി പോലീസ് വണ്ടി വന്നാണ് ഞങ്ങളെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നത്, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്. അന്ന് ഈ പാനായിക്കുളം ഓഡിറ്റോറിയത്തിനിടയിൽ നിരവധി ഷോപ്പുകളുണ്ട്, കുറേ തിരക്കുള്ള കച്ചവട കേന്ദ്രമാണ്. അതിന് മുമ്പിലൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്, അവിടെയും കുറേ മനുഷ്യന്മാരുണ്ട്. ഇവരൊന്നും ഈ കേസുകളിൽ സാക്ഷികളായിട്ടില്ല. കാരണം ഞങ്ങളെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് ഞങ്ങൾക്കെതിരെ കേസ് ചുമത്താനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും ആയിരുന്നില്ല ആന്റണി സാർ കൊണ്ടുപോകുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ഉച്ച കഴിഞ്ഞൊരു 3 മണി 4 മണിയോടുകൂടിയൊക്കെയാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. BJP പ്രവർത്തകർ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു, അങ്ങനെയൊക്കെയാണ് ഈ കേസ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഇത് വായിച്ച ആളുകൾ അവരുടെ മുമ്പിൽ ഉണ്ടാകുന്ന എന്താണ്, സിനിമാ സ്റ്റൈലിൽ ഓഡിറ്റോറിയം വളയുകയും വലിയ പോലീസ് സന്നാഹത്തോടെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് ഈ വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ വാർത്ത അങ്ങനെ പോയി കഴിയുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിൻ്റെ രഹസ്യ സ്വഭാവം, അത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതാണ് മലയാള മനോരമ അന്ന് പുറത്തുവിട്ട വാർത്ത എന്ന് പറയുന്നത്. ഇതാണ് ഫ്ലാഷ്, കേരള കൗമുദിയുടെ ഫ്ലാഷ് പുറത്തുവിട്ട ഒരു വാർത്ത നിങ്ങൾക്ക് ഇവിടെ കാണാം. ആലുവയിൽ പിടിയിലായവർക്ക് വിദേശ സഹായവും. ചെറിയ തുകയൊന്നുമല്ല, നിങ്ങൾ കണക്കാക്കുന്ന പോലത്തെ ചില്ലറ പൈസയുടെ കാര്യമൊന്നുമല്ല ഇതിൽ പറയുന്നത്. വലിയ തുകയെക്കുറിച്ച്, സിമി ഭാരവാഹികളായ ആളുകളെ പിടിച്ചതിൻ്റെ വലിയ തുകയുടെ കണക്കുകളൊക്കെ ഈ വാർത്തയിൽ അവർ പറയുന്നുണ്ട്. ഇതിൽ പാനായിക്കുളം കേസിൽ മാപ്പ് സാക്ഷിയായ റഷീദ് മൗലവിയുടെ സിമി ബന്ധമൊക്കെ ഇതിൽ വളരെ ശക്തമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ ഹിറ സെൻട്രൽ ലൈബ്രറി, ജമാഅത്ത് ഇസ്ലാമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സായ ഹിറ സെൻട്രൽ ലൈബ്രറിയിലെ അതും എല്ലാം പ്രത്യേകമായി ചേർത്താണ് ഈ കേസിൽ പറയുന്നത്. അപ്പം പിടിയിലായവരുടെ വിദേശ സഹായം, ഒരു വാർത്ത ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിലേക്ക് 25കാരനായ ഏറ്റവും മുതിർന്ന ആൾ ഞാനാണ്, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. അവർക്കാണ് വലിയ വിദേശ സഹായത്തെക്കുറിച്ച് ഈ വാർത്തയിൽ അവർ പറയുന്നത്. സിമി യോഗം മാതൃഭൂമിയുടെ തലക്കെട്ടാണ്. സിമി യോഗം കോളേജ് അധ്യാപകൻ ഉൾപ്പെടെ 18 പേർ പോലീസ് പിടിയിൽ. ആ വാർത്തയിൽ 2ാമത്തെ പാരഗ്രാഫ് നോക്കിയാൽ കാണാം, ആലുവയ്ക്കടുത്ത് പാനായിക്കുളത്ത് ഇവർ യോഗം സംഘടിപ്പിച്ചിരുന്ന ഹാളിൽ നിന്ന് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അച്ചടിച്ച പുസ്തകവും രാജ്യവിരുദ്ധ സന്ദേശങ്ങളടങ്ങിയ ലഘുലേഖകളും കണ്ടെടുത്തിട്ടുണ്ട്. അങ്ങനെ പോയി ഏറ്റവും അവസാന പാരഗ്രാഫൊക്കെ എത്തുമ്പോൾ ഇവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ചും പാകിസ്ഥാനുമായുള്ള ബന്ധത്തെക്കുറിച്ചും ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്ന് ഇന്റർനെറ്റ് പോലും മതിയായ സൗകര്യം ഇല്ലാത്തൊരു കാലത്ത് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധമാണ് മാതൃഭൂമിയിലെ റിപ്പോർട്ടർക്ക് അന്ന് ഫീൽ ചെയ്യുന്നത്. ഇതാണ് മാതൃഭൂമിയുടെ അന്ന് പുറത്തു വന്ന ന്യൂസ്. ഓരോ ന്യൂസുകളുടെ ഉള്ളടക്കങ്ങൾ വായിച്ചു നോക്കിയാൽ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. മാതൃഭൂമി തന്നെ ചുരുളഴിയുന്നത് രാജ്യാന്തര ബന്ധം, പാനായിക്കുളം കേസിൽ ചുരുളഴിയുന്ന രാജ്യാന്തര ബന്ധം എന്നതാണ് അന്നത്തെ മാതൃഭൂമിയുടെ പ്രധാനപ്പെട്ട ഇത്. ഇസ്ലാമാബാദിലെ പുസ്തകം, അതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ മാപ്പ്, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ആ അടുത്ത ദിവസങ്ങളിലൊക്കെ പോലീസ് വളരെ വിജിലൻ്റ് ആയിരുന്നു എന്നും, അതുപോലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നതായും, അത്തരം കാര്യങ്ങളൊക്കെയാണ് മാതൃഭൂമിക്ക് അന്ന് വലിയ പ്രധാനപ്പെട്ട കാര്യമായി മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. എറണാകുളത്ത് സിമിക്കുണ്ടായിരുന്ന സ്വാധീനം, കളമശ്ശേരി ബസ് കത്തിക്കലൊക്കെ ഈ വാർത്തയിൽ അവർ വളരെ ഭാവനയോടുകൂടി മാതൃഭൂമി അന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിമി ലക്ഷ്യമിട്ടത് ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരെ. മംഗളം പത്രം അകത്തെ പേജിൽ വന്ന ഇന്നർ പേജിൽ വന്ന ന്യൂസാണ് ഇത്. കാരണം വലിയ ഫണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ, വിദേശ സഹായം. ആ വിദേശ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആളുകളിലധികവും ഡയസിലുണ്ടായിരുന്ന ആളുകൾ ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണെങ്കിൽ സദസ്സിലുണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ദരിദ്രരായിരുന്നു. അവർക്കൊക്കെ പൈസ കൊടുത്തിട്ടാണ് ഈ പരിപാടിയിൽ ഇങ്ങനെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്തിട്ടാണ് ഇത്തരം പരിപാടി നടക്കുന്നതെന്നാണ് അന്ന് മംഗളം എഴുതിയത്. ഇത് പിന്നീട് ആ കേസിൽ മാപ്പ് സാക്ഷിയായ റഷീദ് മൗലവി അതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത ദിവസം മാധ്യമത്തിന് കൊടുത്ത റിപ്പോർട്ടാണ്. ആ കേസിൽ റഷീദ് മൗലവി അതിൻ്റെ സത്യസന്ധമായ വിവരം മാധ്യമത്തോട് പറയുന്നുണ്ട്, എന്താണ് അവിടെ നടന്നത് എന്ന്. ആ റഷീദ് മൗലവിയാണ് പിന്നീട് പാനായിക്കുളം കേസിൽ പോലീസിനും ഏജൻസികൾക്കും വേണ്ടി മാപ്പ് സാക്ഷിയായത്. ഇത് പാനായിക്കുളം കേസുമായി നേർക്കുനേരെ ബന്ധമില്ലെങ്കിലും നിങ്ങൾ കേരള കൗമുദിയുടെ ആ ലീഡിംഗ് ന്യൂസ് നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഭീകരതയുടെ നിഴൽ, ഒരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലെ ഒരു ന്യൂസാണ്. ഈ സംഭവം അവിടെ നിൽക്കട്ടെ, സ്ക്രീനിൽ നിൽക്കട്ടെ. എന്താണ് ഈ സംഭവം എന്ന് ഞാൻ പറയാം. പാനായിക്കുളം കേസിൽ 2 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. ആ സമയത്ത് എൻ്റെ വൈഫ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ IBM സോഫ്റ്റ്വെയർ കമ്പനിയിലാണെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം
ഒരു പെരുന്നാൾ ദിവസം എൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അടുത്ത ദിവസം എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിലേക്ക് വരികയും അതിനുശേഷം അവരെ ജോലി സ്ഥലത്തേക്ക് തിരികെ കൊണ്ടേ വിടാൻ വേണ്ടി ഞാൻ കൂടെ പോവുകയും ചെയ്ത ദിവസം ഈരാറ്റുപേട്ടയിൽ നിന്ന് ബസ്സിൽ കയറി കോഴിക്കോട് വഴി പോകാനാണ് ഉദ്ദേശിക്കുന്നത് ബാംഗ്ലൂർക്ക്. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ, എൻ്റെ റിലേറ്റീവിൻ്റെ ഫോൺ കോളാണ് വന്നത്. അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞത്, യാത്ര മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് അടിയന്തരമായി ഇന്നത്തെ കേരള കൗമുദി പത്രം വാങ്ങി നോക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേരള കൗമുദി പത്രം, കോഴിക്കോടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ വിളിച്ചു പറഞ്ഞു, അത്യാവശ്യമായിട്ട് കേരള കൗമുദി പത്രം വാങ്ങി വെക്കണമെന്ന് പറഞ്ഞു. കോഴിക്കോട് ഇറങ്ങുന്ന എൻ്റെ കയ്യിലേക്ക് കിട്ടിയ പത്രമാണ് ഈ പത്രം. അതേ പത്രം, അന്നത്തെ ആ പത്രം ഞാൻ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ പത്രം എന്ന് പറയുന്നത്. ഈ പത്രം വായിച്ചു നോക്കിയിട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് കാല് വയ്ക്കാൻ കഴിയുന്ന രീതിയിലല്ല ഇതിലെ വാർത്തകൾ ഉള്ളത്. ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ബാംഗ്ലൂർ IT കമ്പനിയിൽ സുരക്ഷാ റെയ്ഡ്. കേരളത്തിൽ നിന്ന് കർണാടകയിൽ നിന്ന് പിടിയിലായ പാകിസ്ഥാൻ പൗരൻ ഫഹദുമായി എൻ്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ട് എന്നാണ് അതിൽ ആ ന്യൂസിൻ്റെ അകത്ത് അവർ പറയുന്നത്. നിരന്തരമായി ഫഹദ് എൻ്റെ ഭാര്യയെ IBM പോയി സന്ദർശിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം, ഈ വാർത്ത വന്നു. അവിടെയുള്ള പ്രധാനപ്പെട്ട കോഴിക്കോടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെയായിട്ട് കൂടിയാലോചിച്ചു. കേരള കൗമുദിയുടെ ഓഫീസിലേക്ക് പോകാനാണ് ഞങ്ങളും തീരുമാനിക്കുന്നത്. കേരള കൗമുദിയുടെ ഓഫീസിലേക്ക് ഞാനും എൻ്റെ വൈഫുമായി പോയി അവരോട് ചോദിച്ചു, വിവരങ്ങളൊക്കെ ചോദിച്ചു. അന്ന് അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് പോലീസാണ് ഞങ്ങൾക്ക് ന്യൂസ് തന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംശയിക്കേണ്ട ഒരു കാര്യം ഈ വിഷയത്തിലില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചു, ലോകത്ത് തന്നെ വളരെ പ്രശസ്തമായ ഒരു കമ്പനിയാണ്, ഇന്ത്യയിലെ തന്നെ വളരെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു ഈച്ച കടന്നാൽ പോലും അവിടെ പരിശോധന നടത്തിയിട്ട് അവിടെ ഒരാൾ കടക്കാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു സന്ദർശനം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ മിനിമം അവിടുത്തെ രജിസ്റ്ററെങ്കിലും നിങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ടേ ഒരു വാർത്ത കൊടുക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആൾ വളരെ ലൈവായി നിൽക്കുന്ന ഒരാളാണ്, അവരുടെ അടുത്ത് നിങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് പറഞ്ഞു, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളൊരു കൗണ്ടർ തന്നാൽ നാളത്തെ പത്രത്തിൽ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നാളെ അങ്ങനെ കൊടുത്താലും ഒരു ചരമക്കോളം വാർത്തയിലേ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ വരുള്ളൂ, അത് വേണമെങ്കിൽ നിങ്ങൾ ന്യൂസ് വന്നോളാൻ പറഞ്ഞു. പിറ്റേന്നത്തെ പത്രത്തിൽ വാർത്ത IBM ഉദ്യോഗസ്ഥർ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരമക്കോളത്തിൽ തന്നെ ഒരു വാർത്ത വരികയും ചെയ്തിരുന്നു. ഇത് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിലെവിടെയും എൻ്റെ ഭാര്യയുടെ പേര്, ഫൗസിന എന്നാണ് പേര്, അവരുടെ പേര് പറഞ്ഞിട്ടില്ല. പക്ഷേ ന്യൂസിൻ്റെ അകത്ത് അവർ പോകുന്നത് പാനായിക്കുളം കേസിലെ ബന്ധം, ആള്, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ആ ന്യൂസ് പുറത്തു വന്നത്. അതോടുകൂടി ഇതിൻ്റെ ഒരു ഗുണമുണ്ടായി, എൻ്റെ ഭാര്യ ജോലി രാജിവെച്ച് വീട്ടിൽ ഇരിക്കാൻ തുടങ്ങി. അതാണ് അതിൽ ഉണ്ടായ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിർഭയം എന്ന പേരിൽ സിബി മാത്യൂസ്, കേരള പോലീസ് DGP ആയിരുന്ന സിബി മാത്യൂസ് എഴുതിയ പുസ്തകത്തിൻ്റെ കവറാണ് നേരത്തെ കണ്ടത്. ഇതാണ് വാഗമൺ പാനായിക്കുളം സിമി കേസുമായി ബന്ധപ്പെട്ട് ആ പുസ്തകത്തിലെ 2 പേജുകളാണ് ഇതിലുള്ളത്. കാത്തു സൂക്ഷിച്ചത് NIA കൊണ്ടുപോയി എന്നുള്ളതാണ്. അതായത് കേരള പോലീസിന് വലിയ ആഘോഷിക്കാൻ അവസരമുണ്ടായിരുന്ന ഒരു കേസായിരുന്നു പാനായിക്കുളം കേസെന്നും ആ കേസിൽ NIAക്ക് രാഷ്ട്രീയ ഉദ്യോഗസ്ഥന്മാർ അത് രാഷ്ട്രീയ പ്രവർത്തകർ കൈമാറിയതിലൂടെ കേരള പോലീസിൻ്റെ ചാൻസ് NIA കട്ടുകൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നാണ് സിബി മാത്യൂസ് ഈ കേസിൽ ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് മാധ്യമങ്ങളും അതുപോലെ പോലീസും ഒക്കെ ആഘോഷിച്ച ഈ കേസ് എന്ന് പറയുന്നത്, പാനായിക്കുളം കേസ് എന്ന് പറയുന്നത് വലിയ ഫാബ്രിക്കേറ്റഡ് ആയ ഒരു സാധനമായിരുന്നു എന്ന് വിചാരണ കോടതിയിൽ വളരെ നല്ല നിലയിൽ കേസ് നടത്തുകയുണ്ടായി. പക്ഷേ ആ കേസ് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും വെറുതെ വിടും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം കേസിൻ്റെ ട്രയൽ ആരംഭിച്ച ആദ്യ നാളുകൾ തന്നെ, ആദ്യത്തെ ആഴ്ച തന്നെ NIAയുടെ ഒരു ഓഫീസർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 5 പേരെ ശിക്ഷിക്കും. കേസിൻ്റെ വിചാരണ തുടങ്ങുന്ന നാളുകളിൽ തന്നെ പോലീസ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കതിൽ ഒരു ഒരുക്കമൊക്കെ സാധ്യമായി. 1 വർഷത്തെ ഒരുക്കം മാനസികമായി ഒരുങ്ങിയിട്ടാണ് ഞങ്ങൾ 2014 ജയിലിൽ പോകുന്നത്. ആ ജയിലിൽ പോയതിന് ശേഷം 2006 ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഇവരെ ഒന്ന് നിരത്തി നിർത്തി വെടിവെച്ചു കൊല്ലാൻ വകുപ്പില്ലേ എന്നാണ് അന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചിരുന്നത്. പക്ഷേ 2015 ഞങ്ങൾ ജയിലിൽ പോകുമ്പോൾ അവർ ചോദിക്കുന്നത്, ഒരു പ്രസംഗത്തിനാണോ ഇത്രയും വലിയ കേസ് ശിക്ഷ? 14 വർഷമാണ് എനിക്ക് ശിക്ഷിച്ചത്, ഇങ്ങനെ ഒരു ശിക്ഷ തന്നത് എന്ന് വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മൾ കാണുന്നത്. കാരണം 10 വർഷം കൊണ്ട് നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ ഇത്തരം ഫാൾസ് കേസുകളെ കുറിച്ചുള്ള ചർച്ചകൾ വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ പാനായിക്കുളം കേസിൻ്റെ വിധി വരുന്ന ദിവസം അന്നത്തെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിരുന്ന അഡ്വക്കേറ്റ് PG മനു, അയാൾ പിന്നീട് ആത്മഹത്യ ചെയ്തു. ഈ PG മനു പത്രസമ്മേളനം നടത്തി അവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഭീകരവാദമാണ്. പാരീസിൽ പൊട്ടിത്തെറിച്ച കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കാൻ
പാനായിക്കുളം കേസിലെ പ്രതികൾക്ക് കഠിനമായ ശിക്ഷ തന്നെ നമുക്ക് കൊടുക്കണം എന്നാണ് അയാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. PG മനു പിന്നീട് ജീവിതം കൊണ്ട് കഠിനമായ പരീക്ഷണം നേരിട്ട് അവസാനം ബലാത്സംഗ കേസിൽ പ്രതിയായി സൂയിസൈഡ് ചെയ്യുകയുണ്ടായത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അങ്ങനെ ഒരു അനുഭവം അതെല്ലാം പറഞ്ഞു പോയ ഒരു കേസാണ് പാനായിക്കുളം കേസ് എന്ന് പറയുന്നത്. പിന്നീട് 3.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കേരള ഹൈക്കോടതി ഞങ്ങളെ എല്ലാവരെയും വെറുതെ വിടുകയുണ്ടായത്. കേരള ഹൈക്കോടതി പ്രത്യേകം കണ്ടെത്തിയ കാര്യം എന്ന് പറയുന്നത് ട്രയൽ കോർട്ടിലെ വിചാരണ തീർത്തും തെറ്റായ രീതിയിലാണ് ആ കേസിൽ ഞങ്ങൾ ശിക്ഷിച്ചത് എന്ന് കേരള ഹൈക്കോടതി കണ്ടെത്തുകയും പിന്നീട് സുപ്രീം കോടതി ആ കേസ് ശരിവെക്കുകയും ചെയ്തു. ഇതാണ് പാനായിക്കുളം കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സംക്ഷിപ്തമായ ഒരു കാര്യം. എൻ്റെ അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.